ഹലോ ഹായ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് യൂട്യൂബ് വീഡിയോകളിൽ എങ്ങനെ സബ്സ്ക്രൈബ് ബട്ടൺ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. സബ്സ്ക്രൈബ് ബട്ടൺ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ആദ്യം പറഞ്ഞുതരാം എന്താണ് സബ്സ്ക്രൈബ് ബട്ടൺ. ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇതിൻ്റെ ഈ സൈഡിൽ കാണുന്ന ഈ യൂട്യൂബ് സബ്സ്ക്രൈബ് എന്ന് എഴുതിയിരിക്കുന്ന ഇതൊരു ഇമേജാണ് ഈ കാണുന്നത്. ഇത് നമ്മൾ സെറ്റിങ്സിൽ പോയി ഇന്നത് ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇത് ആഡ് ചെയ്ത ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ബട്ടൺ കാണാൻ പറ്റും. അപ്പോൾ വ്യൂവേഴ്സ് പെട്ടെന്ന് വന്നിട്ട് വീഡിയോ കണ്ടിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ ഇതെങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഗൂഗിളിൽ ചെന്നിട്ട് ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഡൗൺലോഡ് ചെയ്ത് വെക്കണം. ഞാൻ ഓൾറെഡി ഒരെണ്ണം ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ചെയ്തേക്കുന്നു. ഇതാണ് ആ ഇമേജ്. നിങ്ങളും ഇതുപോലൊരു ഇമേജ് ഗൂഗിളിൽ ചെന്നിട്ട് സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്താൽ മതി, ഇമേജ് വരും. ആ ഇമേജ് ഇതുപോലെ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ഞാനിത് എൻ്റെ ഒരു വീഡിയോയിൽ ആഡ് ചെയ്യാൻ പോവാണ്, നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളാദ്യം യൂട്യൂബ് ചാനലിലെ ഹോം പേജ് വന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് മൈ ചാനൽ സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വീഡിയോ മാനേജർ സെലക്ട് ചെയ്യുക. വീഡിയോ മാനേജർ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ കാണാം. അപ്പോൾ നിങ്ങളിവിടെ താഴെ വന്നിട്ട് ചാനൽ സെലക്ട് ചെയ്യുക. ചാനൽ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനൊരു സംഭവമായിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങളിവിടെ വന്നിട്ട് ബ്രാൻഡിങ്, ഇത് കാണുന്നല്ലോ ബ്രാൻഡിങ്, അതിൽ ക്ലിക്ക് ചെയ്യുക. ബ്രാൻഡിങ്ങിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആഡ് വാട്ടർ മാർക്ക് എന്ന് കാണിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോഴേക്കും ഇവിടെ കാണിക്കും അപ്ലോഡ് വാട്ടർ മാർക്ക്. നിങ്ങൾ ഇവിടെ ചൂസ് ഫയൽ എന്ന് കാണുന്ന ഇതിലോട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോഴേക്കും നമ്മളെ എവിടെ അത് സബ്സ്ക്രൈബ് ബട്ടൺ സേവ് ചെയ്തേക്കുന്ന ആ ഫയൽ എടുക്കണം. ഞാൻ സേവ് ചെയ്തേക്കുന്നത് യൂട്യൂബ് എന്ന ഫോൾഡറിലാണ്. ഇതാണ് ആ സബ്സ്ക്രൈബ് ബട്ടൺ. ഇത് ഞാനിവിടെ നിന്ന് സെലക്ട് ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്തു. ഇവിടെ സേവ് കൊടുക്കുക. സേവ് കൊടുക്കുമ്പോഴേക്കും ഇങ്ങനെ കാണിക്കും. അപ്പോൾ ഒന്നുകൂടെ സേവ് കൊടുക്കുക. ഒന്നുകൂടെ സേവ് കൊടുത്തു കഴിയുമ്പോഴേക്കും ഇവിടെ കസ്റ്റമൈസ്ഡ് സ്റ്റാർട്ട് ടൈം എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പോൾ ഇതിൽ ഈ ഓപ്ഷനൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് വീഡിയോയുടെ ഫ്രണ്ടിൽ കാണിക്കണോ, ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കാണിക്കണോ, അതോ അവസാനം കാണിക്കണോ, അതോ ഫുള്ളായിട്ട് കാണിക്കണോ എന്നാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ എൻഡിയർ വീഡിയോ എന്നുള്ളൊരു ഓപ്ഷൻ കാണും, അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ അപ്ഡേറ്റ് കൊടുക്കുക. അപ്പോൾ സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കും. അപ്പോൾ അത് അപ്ഡേറ്റ് ചെയ്ത് സേവ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോഴേ നിങ്ങളുടെ വീഡിയോയിൽ ഈ സബ്സ്ക്രൈബ് ബട്ടൺ ആഡായി കഴിഞ്ഞു. നിങ്ങൾ നിങ്ങളുടെ വീഡിയോ ഓപ്പൺ ചെയ്ത് നോക്കുക. അത് വേറെ ഏതെങ്കിലും മൊബൈലിൽ നിന്ന് കയറി നോക്കണം. നിങ്ങളുടെ വീഡിയോ നിങ്ങൾ തന്നെ ഓപ്പൺ ചെയ്ത് കാണരുതെന്നാണ് ഇങ്ങനെ പറയാറുള്ളത്. അപ്പോൾ നിങ്ങൾ വേറെ ആരുടെങ്കിലും ഫ്രണ്ട്സിൻ്റെയോ ആരുടെങ്കിലും കയ്യിൽ നിന്ന് മൊബൈൽ മേടിച്ച് കയറി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ബട്ടൺ അവിടെ വന്നതായിട്ട് കാണാം. അപ്പോൾ ഇതുപോലെ മൊബൈലിൽ നിന്ന് നിങ്ങൾക്ക്
സബ്സ്ക്രൈബ് ബട്ടൺ ഇതുപോലെ ആഡ് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ അങ്ങനെ ചെയ്യുന്നതായിരിക്കും. മൊബൈൽ വഴി അങ്ങനെ ഈ സബ്സ്ക്രൈബ് ബട്ടൺ ആഡ് ചെയ്യാം, വീഡിയോകളിൽ ആഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് മൊബൈൽ വഴി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.